തിരുവനന്തപുരം മേയർ കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ തർക്കത്തിൽ പരിശോധനയുമായി പോലീസ്. ബസ്സിലെ CCTV ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കാണാനില്ല. തൃശൂരിൽ നിന്ന് ബസ് തിരികെ തമ്പാനൂർ ഡിപ്പോയിൽ എത്തിയ ശേഷമാണ് പരിശോധന നടത്തിയത്. മെമ്മറി കാർഡ് കാണുന്നില്ല. മെമ്മറി കാർഡ് കാണുന്നില്ല. അതിനകത്ത് ഒരു 64 GB മെമ്മറി കാർഡ് ഉണ്ടാവേണ്ടതാണ് ഈ പർട്ടിക്കുലർ. അതെ, അത് മാറ്റിയതായിരിക്കും, കേടായിരിക്കും, എങ്ങനെയാ? അത് കേടല്ല, കാണുന്നില്ല, അതിനകത്ത് കാണുന്നില്ല. ജിബിൻ വിവരങ്ങളുമായി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ജിബിൻ, ഇത്രയധികം ചർച്ചയായ ഒരു വിഷയം കണ്ണിന് മുന്നിൽ വെച്ച് അത് അട്ടിമറിക്കപ്പെടുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കാണുന്നത്. കാരണം എന്താണ് ആ ബസ്സിൽ നടന്നത്? ആരുടെ വാദമാണ് ശരി? എന്താണ് സംഭവിച്ചത്? ആരൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഇങ്ങനെ പല വിവരങ്ങൾ നൽകാൻ കഴിയുന്ന ഒരു മെമ്മറി കാർഡ് കണ്ണിന് മുന്നിൽ വെച്ച് മാഞ്ഞു പോയിരിക്കുകയാണ്. അത് തന്നെയാണ് കാര്യമെന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവം നടന്നിട്ട് ഇപ്പോൾ ഏകദേശം 4 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. 4 ദിവസത്തിന് ശേഷമാണ് ബസ്സിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ അടങ്ങുന്ന ഈ ഒരു DVR പരിശോധിക്കാനായി ഇപ്പോൾ പോലീസിന്റെ സംഘം തിരുവനന്തപുരം ബസ് ടെർമിനലിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ 4 ദിവസത്തിനുള്ളിൽ വച്ചാകണം ഈ DVRൽ നിന്ന് മെമ്മറി കാർഡ് 16 GB മെമ്മറി കാർഡ് മിസ്സായതെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. എന്തായിരുന്നാലും ഈ ബസ്സിൽ, അതായത് KSRTC തിരുവനന്തപുരം ഈ തൃശ്ശൂർ റൂട്ടിലോടുന്ന ഈ ബസ്സിൽ 3 ക്യാമറകളാണുള്ളത്. മുന്നിൽ ഒന്നും പിൻഭാഗത്ത് 2 ക്യാമറകളാണ് ഉണ്ടായിരുന്നത്. ഇത് ബസ്സിൽ സൂക്ഷിച്ചിരുന്ന DVRൽ ഉള്ളത്. ആ ഒരു ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡാണ് ഇപ്പോൾ ഇതിൽ നിന്ന് കാണാതായിരിക്കുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുമ്പോൾ ഈ ഒരു തർക്കം, അതായത് മേയറിന്റെയും ഡ്രൈവർ യദുവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു തർക്കത്തിൽ അന്ന് തന്നെ, അതായത് ഈ ഒരു സംഭവ ദിവസം രാത്രിയോട് കൂടി തന്നെ സഹയാത്രികരോ അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ കണ്ട മറ്റ് ആരോ ചിത്രീകരിച്ച വീഡിയോ ദൃശ്യങ്ങളൊക്കെ തന്നെ പല രീതിയിൽ വ്യാപിച്ചിരുന്നു. പക്ഷേ അത് നമുക്ക് തെളിയിക്കുന്നതിന്, പക്ഷേ പോലീസിന് ഔദ്യോഗികമായി ഈ ഒരു കാര്യം തെളിയിക്കണമെങ്കിൽ ബസ്സിലുണ്ടായിരുന്ന ദൃശ്യങ്ങളായിരുന്നു ആവശ്യമായിരുന്നത്. പക്ഷേ ഈ ഒരു ദൃശ്യങ്ങളാണ്, അതായത് കേസിൽ ഏറ്റവും നിർണായകമായി ലഭിക്കേണ്ടിയിരുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഈ ഒരു പരിശോധന വൈകിയത് കൊണ്ടാകാം മിസ്സായിരിക്കുന്നത്. എന്തായിരുന്നാലും ഈ ഒരു സംഭവം നടന്നിട്ട് 4 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ആരോപണമാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് നേരെ ഉയരുകയും ചെയ്തിരുന്നത്. അപ്പോൾ മേയർ ആരുടെ ഭാഗത്താണ് ഇനിയിപ്പോ ഇത് കണ്ടെത്താൻ കഴിയുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. കാരണം ഈ മെമ്മറി കാർഡ് നേരത്തെ തന്നെ ഇതിലുണ്ടായിരുന്നോ, അത് ഈ സംഭവത്തിന് ശേഷമാണോ നഷ്ടപ്പെട്ടത് തുടങ്ങിയ വിവരങ്ങളൊന്നും നൽകാൻ ആർക്കും കഴിയില്ലല്ലോ, അല്ലേ? അത് തന്നെയാണ് കാര്യം. ഈ ബസ്സിൽ പറഞ്ഞാൽ ഈ റൂട്ടിലോടുന്ന ഫാസ്റ്റ് ബസ്സിലൊക്കെ തന്നെ പ്രൈവറ്റ് ബസ്സായിരുന്നാലും KSRTC ബസ്സായിരുന്നാലും അതിൽ 3 ക്യാമറകളും അതുപോലെ തന്നെ ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ ഏകദേശം 1 മാസത്തോളം സൂക്ഷിക്കണമെന്നുള്ള കാര്യം നിയമമായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ക്യാമറകൾ, ഈ ബസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്യാമറകളുടെ ദൃശ്യങ്ങൾ ഈ DVRൽ ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ നാളുകൾ കൂടുമ്പോഴുള്ള പരിശോധനകളൊന്നും KSRTCയിൽ നടന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഈ 4 ദിവസം മുമ്പ് ഈ ഒരു സംഭവം ഉണ്ടാകുന്ന ദിവസം ഇതിൽ ഈ DVRനുള്ളിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലും ഉറപ്പുള്ളതല്ല. എന്തായിരുന്നാലും ഈ ഒരു 4 ദിവസം സംഭവം നടന്ന 4 ദിവസത്തിന് ശേഷം ഇപ്പോൾ ബസ്സിൽ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ DVRനുള്ളിൽ ഈ മെമ്മറി കാർഡ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്തായിരുന്നാലും ഈ ഒരു കാർഡ് ഇനി ലഭിക്കുമോ എന്നുള്ള കാര്യം പോലും ഉറപ്പില്ല. കാര്യം ഇവിടെ ഇപ്പോൾ ബസ്സിന് തൃശ്ശൂരേക്ക് പോയിട്ട് തിരികെ എത്തിയ ബസ്സിനെയാണ് ഇപ്പോൾ തിരുവനന്തപുരം ടെർമിനലിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതിനുശേഷമാണ് ഇന്നിപ്പോൾ പരിശോധന നടന്നിട്ടുണ്ട്. എന്തായിരുന്നാലും ഈ ഒരു കേസ് തെളിയിക്കണമെങ്കിൽ ഏറ്റവും അധികം നിർണായകമായി ആവശ്യമായിരുന്നത് ഈ ഒരു പക്ഷെ അതും ഇപ്പോൾ നഷ്ടമായിരിക്കുന്ന കാര്യം. ആരോപിക്കുന്നത് ഒരു ബസ് സൈഡ് കൊടുത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സർവീസിനിടയിൽ തന്നെ അതിൽ സ്റ്റാഫ് മാറിയിട്ടുണ്ട്, അതിൽ കയറി ഇറങ്ങിയിരിക്കുന്ന ആളുകൾ മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ അതിനുവേണ്ടിയുള്ള സമ്മർദ്ദം ഉണ്ടായിരിക്കാം. അങ്ങനെ പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. പക്ഷെ ആത്യന്തികമായി അതിന്റെ എല്ലാം ഒരു പരിണിത ഫലം എന്ന് പറയുന്നത് എന്താണ് നടന്നത് എന്നത് സംബന്ധിച്ച സുതാര്യമായ സുവ്യക്തമായ ഒരു അന്വേഷണം അസാധ്യമാകുന്നു എന്നുള്ളതാണ്. ജിബിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ സാങ്കേതിക തടസ്സമുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മേയറും KSRTC ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നുള്ള വലിയ സംഭവ വിവാദങ്ങൾ മേയർ നൽകിയ കേസിൽ അന്വേഷണം ഏറെക്കുറെ വഴിമുട്ടിയിരിക്കുകയാണ്. ബസ്സിലെ CCTV ദൃശ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന മെമ്മറി കാർഡ് കാണാനില്ല. മെമ്മറി കാർഡ് പരിശോധിക്കാൻ എത്തിയ പോലീസാണ് അത് കാണാനില്ല എന്ന് മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ മെമ്മറി കാർഡ് എപ്പോഴാണ് കാണാതായത്? ഈ സംഭവം ഉണ്ടായപ്പോൾ അവിടുത്തെ CCTV ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു തുടങ്ങിയ വിവരങ്ങളൊന്നും ഇനി വ്യക്തമാകാനുള്ള സാധ്യതയില്ലാതാവുകയാണ്. ജിബിൻ,
ഇത് സംബന്ധിച്ച പരിശോധന പോലീസിന് ഇത്രയധികം താമസിക്കേണ്ടി വന്നു. പക്ഷേ ഒരുപക്ഷെ ആ ദൃശ്യങ്ങൾ ആവശ്യമുണ്ടായിരുന്നവർ, അത് പുറത്തു വരാൻ പാടില്ല എന്ന് വിചാരിച്ചിരുന്നവർ, അങ്ങനെ പലരുണ്ടായിരിക്കാം. നമുക്കറിയില്ല ആ ദൃശ്യങ്ങൾ അത് പകർത്തപ്പെട്ടോ, ആ സമയത്ത് തന്നെ മെമ്മറി കാർഡ് അവിടെ ഉണ്ടായിരുന്നോ, അതോ നേരത്തെ തന്നെ സാധാരണഗതിയിൽ സർക്കാർ കാര്യം അങ്ങനെയാണല്ലോ, ചട്ടപ്പടി എന്നാണല്ലോ, നേരത്തെ തന്നെ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊന്നും അറിയില്ല. എന്നിരുന്നാലും ഇതിലൊന്നും ഇനി ഒരു വ്യക്തതയും വരാനില്ല. തിരികെ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കി തിരുവനന്തപുരത്തെ ടെർമിനലിലേക്ക് ഈ ബസ്സിനെയൊക്കെ തന്നെ മാറ്റുകയും ചെയ്തിരിക്കുന്നത്. നമുക്ക് കണ്ടാൽ, അതായത് ഈ ബസ്സിന്റെ ഫ്രണ്ടിൽ നിന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാകും, ബസ്സിന്റെ മുൻഭാഗത്ത് ഡ്രൈവറിന്റെ ഫ്രണ്ടിലായിട്ടാണ് ഇത്തരത്തിലൊരു ക്യാമറ ഇവിടെ സൂക്ഷിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ ബസ് എങ്ങനെയാണ് കയറി പോകുന്നതെന്ന്, ബസ് മറ്റാർക്കെങ്കിലും സൈഡ് കൊടുക്കാത്ത രീതിയിൽ ബസ് അമിത വേഗതയിലൊക്കെ തന്നെ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഈ ഒരു ക്യാമറയിലുള്ള ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ എന്തായിരുന്നാലും പൂർണ്ണമായി വ്യക്തമാകുന്നതാണ്. പക്ഷെ ആ ഒരു ക്യാമറയിൽ നിന്നും ഈ ഒരു ക്യാമറ, അതുപോലെ തന്നെ ബസ്സിന്റെ പിൻഭാഗത്ത് 2 ക്യാമറകളാണുള്ളത്. അങ്ങനെ മൊത്തത്തിൽ 3 ക്യാമറകൾ. ഈ 3 ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ DVR സൂക്ഷിച്ചിരുന്ന 16 GB മെമ്മറി കാർഡിൽ ശേഖരിക്കേണ്ടത്. പക്ഷേ അതായത് ഈ ദൃശ്യങ്ങൾ മെമ്മറി കാർഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ DVRൽ ഇത് ഏകദേശം 1 മാസത്തോളം സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 4 ദിവസം പോലീസ് സാധാരണഗതിയിൽ ഈ ഒരു ബസ് കസ്റ്റഡിയിലെടുത്ത് ഉടനെ തന്നെ ഈ ഒരു ദൃശ്യങ്ങൾ ഇതിലുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടിയിരുന്നു. പക്ഷെ അത് നടന്നില്ല. എന്നിരുന്നാൽ പോലും ഈ ബസ്സിൽ ഇവിടെ എത്തിയതിനു ശേഷം ഏകദേശം ഇപ്പോൾ 4 ദിവസം കഴിഞ്ഞ് പരിശോധിക്കുമ്പോൾ ഈ ഒരു ദൃശ്യങ്ങളൊക്കെ തന്നെ ഇവിടെ നിന്ന് മിസ്സാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മേയർ ആരോപിക്കുന്നത് പോലെ ഈ ഒരു ബസ് ആർക്കും യാത്രക്കാർക്കൊക്കെ തന്നെ വഴി കൊടുക്കാതെയാണ് എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ബസ് അമിത വേഗത്തിലായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ദൃശ്യങ്ങൾ കിട്ടിയാൽ മാത്രമേ നമുക്ക് തെളിയിക്കാൻ കഴിയുന്നുള്ളൂ. നമ്മൾ നേരത്തെ ഫ്രണ്ടിൽ നിന്നുള്ള ക്യാമറ ദൃശ്യങ്ങൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഈ ബസിന്റെ പിൻഭാഗം ഇതുപോലെയുള്ള ക്യാമറകളുണ്ട്. ഈ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് DVR സൂക്ഷിച്ചിരുന്നത്. എന്തായാലും മേയർ സൂചിപ്പിച്ചതുപോലെ ഈ ബസ് അമിത വേഗത്തിലായിരുന്നു എന്നുള്ള കാര്യം തെളിയിക്കാൻ ഇനി മറ്റു വഴികളൊന്നുമില്ല. പുറത്ത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് ദൃശ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലവിന് പോലീസിന്റെ മുന്നിലുള്ളത്. ശരി, ജിബിനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും KSRTC ബസ്സിലെ മെമ്മറി കാർഡ് അവിടെ ഇല്ല എന്നുള്ളതാണ് പരിശോധനയ്ക്കെത്തിയ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. മെമ്മറി കാർഡ് കാണുന്നില്ല. അതായത് മെമ്മറി കാർഡ് കാണുന്നില്ല. അതിനകത്ത് ഒരു 64 GB മെമ്മറി കാർഡ് ഉണ്ടാവേണ്ടതാണ് ഈ പർട്ടിക്കുലർ. അതെ, അത് മാറ്റിയതായിരിക്കും, കേടായിരിക്കും, എങ്ങനെയാ? അത് കേടല്ല, കാണുന്നില്ല, അതിനകത്ത് കാണുന്നില്ല. ജിബിൻ നമ്മളോടൊപ്പം വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ജിബിൻ, ഇത് പ്രോപ്പറായി പരിശോധിക്കുക, ഇത് അവിടെ തന്നെ ഉണ്ട്, CCTV വർക്കിംഗ് ആണ് എന്ന് എൻഷുർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ KSRTCയിൽ നടക്കാറുള്ളതാണോ? എടുത്തു പറയേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ KSRTCയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി ലഭിക്കുന്നില്ല. കാര്യം ഈ ഒരു ദീർഘദൂര സർവീസ് നടത്തുന്ന ബസ്സാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ മണിക്കൂറുകളുടെ ദൃശ്യങ്ങൾ ഈ ബസ്സിൽ ശേഖരിക്കേണ്ടതുണ്ട്. അതിന് അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ, ഈ ഒരു അളവിലുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ ശേഖരിച്ച് വെക്കേണ്ടതിന് ഏകദേശം 1 മാസത്തോളം ശേഖരിച്ച് വെക്കുന്നതിന് ഈ ഒരു 16 GB മെമ്മറി കാർഡ് തികയോ എന്നുള്ള കാര്യമൊക്കെ തന്നെ വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. അങ്ങനെ എന്തായാലും 4 ദിവസത്തെ ദൃശ്യങ്ങൾ ഈ ഒരു മെമ്മറി കാർഡിൽ നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റിയിരുന്നാൽ പോലും പോലീസ് അപ്പോൾ ഈ സാധനം, അതായത് ഈ KSRTC ബസ്സിൽ ഈ സർവീസ് നടത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു മെമ്മറി കാർഡ് ഉണ്ടായിരുന്നോ? അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മെമ്മറി കാർഡ് ആരെങ്കിലും മനഃപൂർവ്വം മാറ്റിയതാണോ? കൃത്യമായ തെളിവുകൾ പുറത്തു വരാത്ത രീതിയിൽ ആർക്കെങ്കിലും അത്തരത്തിലുള്ള തെളിവുകൾ പുറത്തു വരണ്ട എന്നുള്ള തീരുമാനം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ മാറ്റിയതാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ഇനി പുറത്തു വരും. എന്തായിരുന്നാലും നിരവധി ദുരൂഹതകൾ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഇത്തരത്തിൽ ഈ ഒരു ബസ്സിൽ നിന്നുള്ള മെമ്മറി കാർഡ്, DVRൽ ഉൾക്കൊണ്ടിരുന്ന മെമ്മറി കാർഡൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വയ്ക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, അതായത് ഈ ബസ്സിന്റെ പിൻഭാഗത്തായിട്ടുള്ള ക്യാമറ ഇതാണ്. ഈ ഒരു ക്യാമറ, അതുപോലെ തന്നെ ബസ്സിന്റെ മുൻവശത്തുള്ള ക്യാമറ, ഈ ഒരു ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ ഒരു പെൺഡ്രൈവിൽ 16 GB പെൺഡ്രൈവിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ബസ്സിന്റെ ബസ് അമിത വേഗത്തിലായിരുന്നോ, അല്ലെങ്കിൽ ബസ് മറ്റാർക്കും സൈഡ് കൊടുക്കാതെ പോയതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ തെളിയിക്കുന്നതിന് ഈ ഒരു ദൃശ്യങ്ങൾ അനിവാര്യമായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള തെളിവുകൾ കുറെ ദിവസങ്ങൾ 2-3 ദിവസങ്ങളായി കേരളം വലിയ തോതിൽ ചർച്ച ചെയ്ത വിഷയമാണ് മേയറും KSRTC ഡ്രൈവറും തമ്മിലുള്ള തർക്കം. അതിൽ പരിശോധനയ്ക്കെത്തിയ മേയറുടെ പരാതിയിൽ പരിശോധനയ്ക്കെത്തിയ പോലീസിന് പക്ഷേ ആ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ജിബിനാണ് വിവരങ്ങൾ നൽകിയത്.